വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. എൻചാൻഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഈ വർഷം നിങ്ങൾ LSS USS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാണ് എങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ എന്റെ ചാനലില് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി വരാൻ സാധ്യതയുള്ളതും മുമ്പേ ചോദിച്ചിട്ടുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായും എന്റെ മക്കൾ ഈ ചാനലിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് LSS USS പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങിയാലോ? അപ്പൊ ഞാൻ ഇതിൽ ഓരോ ദിവസവും ഒരു 10-15 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് യൂസ്ഫുൾ ആയി തീരും. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അപ്പൊ തുടങ്ങാം മക്കളെ. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എവിടെയാണ്? എന്റെ മക്കൾ കേട്ടെ, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ്? കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഇപ്പൊ ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. എന്താണ്? കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എവിടെയാണ്? തട്ടേക്കാട്. കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്, കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണെന്നാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം എന്താണ്? മുഴപ്പിലങ്ങാട്. അല്ലെ, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് എവിടെയാണ്? മുഴപ്പിലങ്ങാട്. ഇനി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഇനി നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. അല്ലെ, നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, തീർച്ചയായും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ നമ്മളിപ്പോ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഏതൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസ്? ഓർത്തു പോയേ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചു. എന്താണ് ഉത്തരം? തട്ടേക്കാട്. അല്ലെ, കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. രണ്ടാമത്തെ ചോദ്യം ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴപ്പിലങ്ങാട്. മൂന്നാമത് നമ്മൾ എന്ത് മനസ്സിലാക്കി? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് മനസ്സിലാക്കി. ഏതാ ഏറ്റവും വലിയ കായല്? വേമ്പനാട്ട് കായൽ. അല്ലെ. ഇനി അടുത്ത മനസ്സിലാക്കിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ 4 ക്വസ്റ്റ്യൻസ് കിട്ടിയോ? കിട്ടി അല്ലെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഏതാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. ഇനി ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഇതാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേട്ടോ. അപ്പൊ ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. ഇനി നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാ മക്കളെ? ഏതാണ്? ഇരവികുളമാണ്. കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നോക്കിയത്? കേരളത്തിലെ ഏറ്റവും തെക്കേറ്റുള്ള നദി ഏതാണ്? നെയ്യാറാണ്. നോക്കാം. ചാമ്പൽ മലയാണ് നക്ഷത്രാമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അല്ലെ. ഇനി പഠിച്ച എന്താ? കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്കാം. അടുത്ത 3 ക്വസ്റ്റ്യൻസ് നോക്കാം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? തിരൂരാണ്. കേട്ടോ. തിരൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഇനി നോക്കാം. ശ്രേഷ്ഠ ഭാഷാ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ശ്രേഷ്ഠ ഭാഷാ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനം എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഇനി ശ്രേഷ്ഠ ഭാഷാ ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനം എന്ന് അറിയപ്പെടുന്നത്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം ഏതെന്നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയത് നമുക്ക് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എങ്കിൽ ഞാൻ അതിന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്ന ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടോ? ഏതാണ്? കണ്ണൂരാണ്. കേട്ടോ. ഇനി
കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. അടുത്ത നമ്മൾ പഠിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചാമ്പൽ മലയാണെന്നാണ് നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് നമ്മൾ പഠിച്ചത്? ചിന്നാർ വന്യജീവി സങ്കേതം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലർ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ചാമ്പൽ മലയാണെന്നാലും നക്ഷത്രാമളം കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. കേട്ടോ, അപ്പൊ എന്റെ മക്കൾക്ക് അത്രയും കാര്യം കിട്ടിയല്ലോ അല്ലെ? അടുത്ത നോക്കാം. നമ്മൾ പഠിച്ചതില് ശ്രേഷ്ഠ ഭാഷാ ദിനം എന്നാണ് നമ്മൾ പഠിച്ചു. എന്നാ November 1 അല്ലെ? കേരളപ്പിറവി ദിനം എന്നറിയപ്പെടുന്ന November 1 ശ്രേഷ്ഠ ഭാഷാ ദിനം എന്നും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ. ശ്രദ്ധിച്ചിരുന്നേ, ഒന്ന് പഠിക്കാൻ പോകുന്നതാണ്. അടുത്ത് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അത് എവിടെയാണ്? പുനലൂർ തൂക്കുപാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ്? കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം. കേട്ടോ, അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ കായൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ശാസ്താംകോട്ട കായൽ. എന്താണ് ചോദ്യം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേട്ടോ, ഇനി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഹൈക്കോടതി ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. എറണാകുളമാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അടുത്ത നോക്കാം. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക മക്കളെ. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, ഈ 3 അക്കാദമികളുടെയും ആസ്ഥാനം ഒരു സ്ഥലം തന്നെയാണ്. അത് തൃശ്ശൂരാണ്. കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, തൃശ്ശൂർ എന്ന ഒരു ജില്ലയില് 3 അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണത്? കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, അതുപോലെ കേരള ലളിതകലാ അക്കാദമി. ഇവയുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേട്ടോ, അപ്പൊ നമ്മൾ പഠിച്ച 4 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് ഓർത്തു പോകും. കേരള ഹൈക്കോടതി ആസ്ഥാനം എവിടെയാണ് മക്കളെ? എറണാകുളം അല്ലെ? കേരള ഹൈക്കോടതി ആസ്ഥാനം എറണാകുളമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ ഏതാണെന്ന് പഠിച്ചു? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇനി പഠിച്ചത് എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം. അടുത്ത മനസ്സിലാക്കിയെന്ന് മക്കളെ. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, അതുപോലെ കേരള ലളിതകലാ അക്കാദമി, ഇവയുടെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? ഒരു സ്ഥലമാണ്. അതാണ് തൃശ്ശൂരാണ്. ഇവരുടെ എല്ലാ ആസ്ഥാനം ഒരേ ഒരു സ്ഥലമാണ്. ഏതാണ്? തൃശ്ശൂരാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇനി വരുന്ന പരീക്ഷകൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ബാക്കി ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ GK മാത്രമല്ല മറ്റുള്ള ടോപ്പിക്സും എല്ലാം നമ്മളിവിടെ കവർ ചെയ്തു പോകും. അപ്പൊ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ഇതിലൂടെ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പൊ എന്റെ ചാനൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ LSS USS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് മറ്റ് സബ്ജക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. Till then, bye from me. Thank you.